സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം എരുമേലിയിലും നിലയ്ക്കലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. പമ്പയിൽ നിന്നും നിശ്ചിത ഇടവേളകളിലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവരുന്നത്. സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ നിര മരക്കൂട്ടം വരെ നീണ്ടിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തി ദർശനം നടത്താൻ 7 മണിക്കൂറിലധികം കാത്തുനിൽക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. 1 മണിവരെ 52,000-ത്തിലധികം പേർ ദർശനം നടത്തി. ശബരിമല സന്നിധാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്കിപ്പോൾ നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ്. ഈ ഒരു മകരവിളക്ക് സീസണിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ തിരക്കായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. പോലീസിന്റെ കണക്ക് തന്നെ 1,13,168 പേർ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ ഇതിനേക്കാൾ ഒരു തിരക്ക് വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇന്നലെ പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലും രാത്രിയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നിയന്ത്രണങ്ങളൊക്കെല്ലാം മാറിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് നിശ്ചിതമായ ഇടവേളകളിൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നുണ്ട്. തീർത്ഥാടകരുടെ വരി ശബരിപീഠം വരെ രാവിലെ എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോഴും 7-8 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് പമ്പയിൽ സന്നിധാനം വരെ എത്തുവാൻ എന്നുള്ളതാണ് അവസ്ഥ. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്ക് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണാതീതമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും എത്തിച്ചേർന്ന തീർത്ഥാടകർ സന്നിധാനത്ത് തമ്പടിച്ച് 2-3 തവണ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 18-ാം പടി വഴി കയറ്റിവിടുന്നതിന്റെ വേഗത കുറയുകയും ആ കാത്തു നിൽക്കുന്നതിന്റെ വരി നീണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം. അങ്ങനെയാണ് ഇന്നലെയൊക്കെ തിരക്ക് നിയന്ത്രണാതീതമായത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത്. പലപ്പോഴും വിദൂരത്ത് നിന്ന് സ്വാമിമാരൊക്കെ ആദ്യം 18-ാം പടി കയറി വരുമ്പോൾ ഒരുപക്ഷെ ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ നേരായ വിധത്തിൽ ദർശനത്തിന് സാധിച്ചിരിക്കില്ല. അപ്പോൾ അവർ വീണ്ടും കാത്തു നിന്ന് ദർശനം നടത്തും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഈ ഒരു തിരക്കിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പോലീസ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല വഴികളിലൂടെ സ്വാമി ഏപ്രോഡ് വഴിയും മറ്റും കയറി വരുന്ന തീർത്ഥാടകർ ഈ കാത്തു നിൽക്കുന്ന വരികളിലേക്ക് ഇടിച്ചു കയറുന്നതും ഈ തിരക്ക് നിയന്ത്രണാതീതമാക്കാനുള്ള കാരണമായിട്ടും പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്നാണെങ്കിലും വലിയ തിരക്ക് തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്നലത്തെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയാം. മണിക്കൂറിൽ 4,000-5,000 തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് കയറി വരുന്നു എന്നാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 70-ഓളം തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. എന്നാണെങ്കിലും വരും മണിക്കൂറുകളിൽ ഉച്ചയോടെ തിരക്ക് നിയന്ത്രണ വിധേയമാകും. പക്ഷേ വൈകുന്നേരം വീണ്ടും തിരക്ക് കൂടാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരിൽ പലരും ഇവിടെ തന്നെ തമ്പടിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തിരക്ക് കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തുന്നത്. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.